ഹലോ ഗായ്സ്, ആലീസ് ഇൻ വണ്ടർലാൻഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്നും ഞാൻ വെളിയിൽ നിന്നാണ് വീഡിയോ എടുക്കാറ്. എന്ന് പറയുമ്പോൾ സിറ്റൗട്ടിൽ നിന്നാണ് വീഡിയോ എടുക്കാറ്, ഇൻട്രൊഡക്ഷൻ പറയാറ്. ഇന്ന് ഞാൻ കിച്ചണിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് കുക്കിങ്ങുമായിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. ഒരു വെറൈറ്റി ഒക്കെ പിടിക്കണ്ടേ. അപ്പോൾ ഇന്ന് കുക്കിംഗ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കട്ട്ലേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. കട്ട്ലേറ്റിന് ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് എന്തൊക്കെയാണ്. അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത് പച്ചമുളക്, ഗാർലിക്, ക്യാപ്സിക്കം, ബീൻസ്, ഓണിയൻ, ക്യാരറ്റ്, മല്ലിയില. ഞാൻ വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ് ഗൈസ് ഉണ്ടാക്കുക. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ആണ്. അപ്പം പൊട്ടറ്റോ നമുക്ക് ഞാൻ വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് സ്മാഷ് ചെയ്യണം. സ്മാഷ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വെജിറ്റബിൾ ഒക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണ ഇങ്ങനെ ചൂടായി വരികയാണ്. അപ്പം നമുക്ക് പച്ചമുളകും ഗാർലിക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് കളർ മാറി വന്നതിന് ശേഷം നമുക്ക് ബാക്കി ഉള്ളത് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് അടുത്തത് സവാള ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വേണ്ടി വരട്ടെ കേട്ടോ ഗൈസ്. അപ്പം ഇത് ഒരുവിധം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ് ആണ്. അടുത്ത നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാൻ ഹാഫ് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ. അപ്പം ഒരു കുഞ്ഞു സവാളയാണ് ഞാൻ ഇതിലിട്ട് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബീൻസ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ ബീൻസ് ചേർത്ത് കൊടുക്കാം. അപ്പം ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 ബീൻസ് ആണ് ഞാൻ അതിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുത്തു. ഇതിന്റെ അകത്തേക്ക് എടുത്തേക്കുന്നത് 4 ബീൻസ് ആണ്. അപ്പോഴും നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബീൻസ് നിങ്ങൾ എടുത്തിട്ടു. അപ്പൊ നമുക്കിത് പച്ചമണം മാറുന്നവരെ നമുക്കിത് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. അടുത്ത നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം അടുത്തത് നമുക്ക് ടർമറിക് ഇട്ട് കൊടുക്കാം, മഞ്ഞപ്പൊടി.
മഞ്ഞപ്പൊടി ഇട്ടു. ഇനി അടുത്ത് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി. അപ്പൊ നമുക്ക് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്കിത് പച്ചമണം മാറുന്നവരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പം ഇത് നമ്മള് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 പൊട്ടറ്റോ നമുക്ക് ഒന്ന് വേവിക്കാൻ വെക്കണം. അത് ഞാൻ കുക്കറിലാണ് ഓൾറെഡി വെച്ച് കഴിഞ്ഞു. അപ്പൊ നമുക്കത് സ്മാഷ് ചെയ്ത് എടുക്കാം. അപ്പം ഞാന് സ്മാഷ് ചെയ്ത പൊട്ടറ്റോ ഇതിന്റെ അകത്ത് ചേർത്ത് കൊടുക്കാണ്. നമുക്കിതിലേക്ക് ഇറക്കി യോജിക്കാം. ഇതിലേക്ക് നല്ല ബ്രെഡ് പൊടിച്ചത് ആവശ്യമാണ്. ബ്രെഡ് ക്രംസ് ആക്കി എടുക്കണം. നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോ മിക്സ് ഇടണം. മറ്റേ പാത്രത്തില് സ്പേസ് ഇല്ലാത്തതിനാൽ ഇങ്ങോട്ട് ഇതിലേക്ക് മാറ്റി. അപ്പൊ നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപ്പിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം കട്ട്ലേറ്റ് മുക്കാനുള്ള ബാറ്റർ ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പം നമുക്ക് ഓരോന്ന് എടുത്ത് ഷേപ്പ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാനിപ്പം വട്ടത്തിലാണ് എടുക്കുന്നത്. ഞാൻ ഓരോന്നിങ്ങനെ ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഓരോന്നെടുത്ത് ഇതിലേക്ക് മുക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇടാം. നിങ്ങൾക്കത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾ വാഷ് ചെയ്തിട്ട് ഉണ്ടാക്കാനുള്ള ഗൈസ്. അപ്പൊ നമുക്കിത് നേരെ ഔട്ടിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതും ചെയ്തെടുക്കാം. മുക്കുന്നത് ബ്രെഡ് ക്രംസിലാണ് കേട്ടോ. ഇത് നമുക്കതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് അപ്പൊ ഗായ്സ് നമ്മള് ഫസ്റ്റ് ട്രിപ്പ് കട്ട്ലേറ്റ് ആണ്. അപ്പൊ നമുക്ക് എണ്ണ നല്ല മാറ്റിയിട്ട് നമുക്ക് ഇതിലാക്കി ഇട്ട് കൊടുക്കാം. മൈ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം. ഞാൻ ഉണ്ടാക്കണം പറയാല്ല, അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങളെല്ലാവരും
മസ്റ്റ് ട്രൈ ചെയ്യാം. ഭയങ്കര ചൂടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ കട്ട്ലേറ്റിനേക്കാളും ബെറ്ററും വെജിറ്റബിൾ കട്ട്ലേറ്റാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാവർക്കും ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പം അടുത്ത വീഡിയോ വരുന്നേ വരെ ബായ്. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഗായ്സ്. ഓക്കെ, ബായ്, സീ യു.